ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എല്ലാവരും ഇന്ന് പല പല ന്യൂസ് ചാനലിൽ കണ്ട അതേ ഡ്രസ്സ് ഇട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം അവിടെ നിന്ന് നേരെ വരുന്ന ഒരു വരവാണ്. ഞാൻ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ആ സമയം തൊട്ട് ഈ ക്രിമിനൽസിന്റെ ഫേസ് പുറത്തു വിടണം, ഇവരുടെ പേര് പുറത്ത് പറയണം എന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത്. പക്ഷെ പെൺകുട്ടികളല്ലേ പോട്ടെ, അവരുടെ ഫ്യൂച്ചർ നശിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഒരിടത്തും ഇട്ടിട്ടില്ല. അശ്വിനായാലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീകളാണ്, നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം. അവർ ഇത്രയും ചെയ്തു പോയി. ഇഫ് ദേ ഗിൽറ്റി ആൻഡ് ഇഫ് ദേ റെഡി ടു ഡു സം കോംപ്രമൈസ്, നമുക്കത് വിടാം. നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പണം നഷ്ടപ്പെട്ടു, നമുക്ക് വേണ്ടത് സത്യം. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും എന്താണ് നമ്മുടെ നീഡ് എന്താണ്, നമ്മളെ എത്ര പറ്റിച്ചിട്ടുണ്ട് എന്നാലും പറ്റിക്കപ്പെട്ടു. പക്ഷെ എത്ര നമ്മൾ ആക്ച്വലി വന്ന് നമ്മളെ ഇങ്ങനെ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അറിയണമായിരുന്നു. നമുക്ക് ആ ദിവസം അത് അറിയണം എന്നുണ്ടായിരുന്നു, കണ്ടുപിടിച്ച ദിവസം. അപ്പോ നമ്മളത് പുറത്തു വിടാതിരിക്കുകയായിരുന്നു. ഒരു എവിഡൻസോ സാധനങ്ങളോ ഒന്നും പുറത്തു വിടാതിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവ അനുഗ്രഹമാണോ അല്ലെങ്കിൽ ദൈവം അറിഞ്ഞ് ചിലവരെ കൊണ്ടും ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയില്ലേ നമുക്ക് അനുകൂലമായിട്ട്. ബിക്കോസ് അച്ഛന്റെ കൂടെ ഉള്ള ഒരു അങ്കിളുണ്ട്, സന്തോഷ് അങ്കിൾ. പുള്ളി പറഞ്ഞൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. CCTV ഒരു കടക്കകത്തുണ്ട്, പക്ഷെ നേച്ചറിന്റെ ഒരു CCTV എന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഗോഡ് അല്ലെങ്കിൽ പവർ ഇസ് വാച്ചിങ് വാട്ട് യു ഡൂയിങ് എന്നുള്ളത്. നേച്ചറിന് ഒരു CCTV ഉണ്ട്. അപ്പൊ ഇത് നേച്ചറിന്റെ ഒരു CCTV ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ ഇന്ന് വീടെത്തി, കുറച്ചു മുന്നേ നമ്മൾ വീടെത്തിയതേ ഉള്ളൂ. ഞാൻ വെറുതെ യൂട്യൂബിനകത്തുനിന്ന് വന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്, എന്താണ് അപ്ഡേറ്റ്, എവിടം വരെ എത്തി, ഇവിടെ എത്ര കള്ളം ഇവർ പറഞ്ഞു എന്നുള്ളത് അറിയാൻ വേണ്ടി നോക്കുമായിരുന്നു. നോക്കിയപ്പോഴാണ് വളരെ റാൻഡംലി ഐ സോ യൂട്യൂബ് വീഡിയോ. അത് അവരുടെ വീട്ടില് അവര് റൂമിലിരുന്ന് റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു ഫുട്ടേജ് ആണ്. ഞാൻ അവരോട് 29-ാം തീയതി രാത്രി സംസാരിക്കുന്ന ഫുട്ടേജ് ആണ്. അതായത് ഞാൻ ഇവരെ ഉറങ്ങാൻ അനുവദിച്ചില്ല എന്നിവര് പറയപ്പെടുന്ന രാത്രി, ഇവരെന്നെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു. അതായിരുന്നു ആ രാത്രിയുടെ സത്യാവസ്ഥ. സോ ഈ ഒരു കോള് എന്തായാലും ഞാൻ അവരായിട്ട് പുറത്തു വിട്ടതാണ്. കാരണം അത് അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ പുറത്ത് വരത്തുള്ളൂ. കാരണം അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ ബെഡ്റൂമിൽ അവർ ഇത്രയും പേരിരുന്ന് എന്റെ കോള് റെക്കോർഡ് ചെയ്യുന്നത് അവർ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് ബുദ്ധി അവർക്ക് ഒരുപാട് കൂടിപ്പോയതിന്റെയാണ് നമ്മളിപ്പോ കാണുന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവർ എന്തുകൊണ്ട് ആ വീഡിയോ ഒന്ന് അത് പുറത്ത് വിട്ടു. കാരണം അതിനകത്ത് ക്ലിയർലി എന്റെ ഇന്നസെൻസ് പ്രൂവ് ആയി കഴിഞ്ഞു. അതിനകത്ത് അവരുടെ ഫുൾ, അതായത് അവരെത്ര വലിയ റോങ് ആണ് അവർ ചെയ്തതെന്നുള്ളതിന്റെ തെളിവ് അതിനകത്ത് തന്നെ ഉണ്ട്. അത് അവര് വിട്ട വീഡിയോ ആണ്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒന്നും ഇനി പറയാനില്ല. അപ്പൊ അവരായിട്ട് അവരുടെ മുഖം വെളിയിൽ വിട്ടു. അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്തിനാ വിടാതിരിക്കണം? ദേ ആർ ഓൾറെഡി ഫേമസ്. അവർ ഇത്രയും സ്ഥലത്ത് ഇന്റർവ്യൂ കൊടുത്തു. ഇപ്പൊ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഉള്ള 3 പേരാണ് ഇപ്പൊ അവര്. അപ്പൊ അതുകൊണ്ട് ഞാനും വിചാരിച്ചു, ഇത്രയും ഫേമസ് ആയിട്ടുള്ളവരുടെ ഫോട്ടോ ഇപ്പൊ ഞാൻ ഇട്ടു എന്ന് പറഞ്ഞ വലിയ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഞാനും അവരുടെ ആ സെയിം വീഡിയോ ഇതിലൂടെ, ഇപ്പൊ ഇൻ കേസ് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബിക്കോസ് അവർ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് അത് ഉറങ്ങിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. 3-4 മണിക്ക് അവരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ അവരെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല. ആ സമയത്ത് കഷ്ടപ്പെട്ട് അവരുടെ ഹസ്ബൻഡ്സും അവരുടെ കൂടി ഇരുന്ന് ബെഡിലിരുന്ന് രാത്രി ഷൂട്ട് ചെയ്തേക്കാണ്. എന്തിന്? പുറത്തുവിടാൻ. അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളാണ് അവരുടെ അടുത്ത് എന്താണ് പറഞ്ഞത്, അവരുടെ പേയ്മെന്റ് QR കോഡ് യൂസ് ചെയ്യാനും, എന്നിട്ട് അത് നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡെയിലി നമുക്ക് സ്വിഗ്ഗി ജീനി വഴി നമുക്ക് തരുന്നതായിട്ടും എന്നാണ് അവര് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ അവരോട് ഡെയിലി നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് എനിക്കത് ക്യാഷ് ആയിട്ട് കൊണ്ടുതരണം, കാരണം എനിക്ക് ടാക്സിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതായാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോ ഇവരുടെ ഒരു വീഡിയോ നമുക്ക് എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബിക്കോസ് ഇതിനകത്ത് അവരുടെ മുഖമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നമുക്ക് ആ വീഡിയോ നമുക്കും കൂടെ ചേർന്ന് ആ വീഡിയോ കണ്ടതിന്റെ ഓരോ ഫുട്ടേജ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞല്ലോ. ചേച്ചികളെ വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയല്ലോ. നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യില്ല. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ലേ സുനിച്ചത്. ഞാൻ പോകുന്നു പറ. ചെയ്യാന്ന് പറയാം. നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 ഉണ്ടെന്ന് പറയുന്നു.
ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാടയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അതിന്ന് ഉച്ചവരെ, മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെയുള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. മനസ്സിലല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണായ ഞാനൊന്നും പറഞ്ഞത് നിങ്ങൾ എന്നെ ല്ലേ എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. കേട്ടാ? മനസ്സിലായില്ലേ? നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? സോറി ആണോ അല്ലയോ? എഴുതി വെച്ചു. ഞങ്ങൾക്ക് വേറെ എന്റെ കാലങ്ങൾ കൊണ്ടോടല്ലേ കൈ അരിഞ്ഞ് ഞാൻ പട്ടിച്ചു കൊടുക്കണം. എന്റെ കാലം നിനക്കൊന്നും അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിവ്യയ്ക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. എന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ അത്? മറ്റേ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ. ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50 ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50 നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിന് 50 നീ ഇനി 50 പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാലും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പെടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിനൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചെന്നില്ലോടി. എന്നിട്ട് എന്താ പറഞ്ഞ പങ്കിട്ടെടുത്തുന്നാ? ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നെങ്കിൽ നീ പറഞ്ഞേ കേട്ടല്ലോ. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ. ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളൂ. അതിന് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിവ്യക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും.
കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് മിനിസേഫിന് തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് മൂമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി, സോൾഡ് ഔട്ട് ആയി ചേച്ചി. കണ്ടവരുടെ പാർസൽ ലൈറ്റ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? വാ തുറക്ക, വാ തുറക്ക. തോന്നേ കാല് പിടിക്കാൻ ഞങ്ങക്ക് വേറെ എന്റെ കാലങ്ങൾ തൊട്ടോടൊടി പെണ്ണേ, കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിന്റെ അടുത്ത് വരെ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകൾ കാല തൊട്ട കൊന്നോളെ ഞാൻ. നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ. നിനക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഓക്കെ, നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് ഞാൻ ദിവ്യയോട് ചോദിക്കുകയാണ്, എത്ര രൂപയാണ് ദിവ്യ നിങ്ങൾ എന്നെ പറ്റിച്ചത്? എത്ര രൂപയാണ് നിങ്ങൾ എന്നെ പറ്റിച്ചത്? അപ്പൊ ദിവ്യാനത്ത് വ്യക്തമായി പറയുന്നത്, ചേച്ചി അത് നമ്മൾ നേരത്തെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതല്ലേ കാര്യം. അവർ ഓൾറെഡി നേരത്തെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കണക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞു കോളില്. അപ്പൊ ഇതിപ്പോ അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് ഇതിനകത്ത് ഇത്ര എടുത്തു എന്ന് പറയാൻ പറ്റൂല. അതിന് പകരം നമ്മളത് ഓപ്പണായി പറഞ്ഞതാണല്ലോ ചേച്ചി എന്നല്ലേ പറയാൻ പറ്റൂ. കാര്യം ഞാൻ ഇവർ റെക്കോർഡ് ചെയ്യുന്ന കാര്യം അറിയുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ഞാൻ നൊന്ത് വേദനിച്ച് കരഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ്. മനുഷ്യന്റെ മാനസിക നില തെറ്റിയിരിക്കുന്ന ഒരു സമയമാണത്. ഇവൻ അന്ന് രാത്രി മുഴുവൻ എന്റെ കൂടെ ഇരുന്ന് പോട്ടെ 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 എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി കിടത്താൻ തൊട്ട പാട്. കാരണം എന്റെ കുഞ്ഞും ആ സമയത്തിന് ഭയങ്കരമായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഈ കരയുന്നതും പാനിക് ചെയ്യുന്നതും ഷൗട്ട് ചെയ്യുന്നതും അഫ്കോഴ്സ് മൈ ചൈൽഡ് കൻ ഹിയർ. ഞാൻ എന്റെ വയറും തടവി ഇരിക്കുമായിരുന്നു ഏർലി മോർണിംഗ് മുഴുവൻ. ഓക്കെ, അതൊക്കെ എന്റെ കാര്യം. നമുക്ക് ഇനി ഇവരുടെയിലോട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്ത് പറയണം. കാര്യം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടതിൽ വെച്ച് എനിക്ക് കാരണം രാഹുലിനെ കാണാൻ പറ്റുന്നുണ്ട്. ദിവ്യയാണ് വെച്ചോണ്ടിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്നപ്പോ വിനിത ആയിരിക്കണം. ബിക്കോസ് വിനിത ഇവരുടെ ഒരു മാസ്റ്റർ മൈൻഡ് ആണെന്നുള്ളത് അന്ന് വന്നപ്പോഴും വിനിത തന്നെ സമ്മതിച്ചതാ. ഞാനാണ് ഇവർക്ക് ഐഡിയ കൊടുത്തതും, ഞാനാണ് പൈസ എടുക്കാൻ തുടങ്ങിയതും, ആദ്യം ഞാനാണ് ഇവർക്ക് എൻകറേജ്മെന്റ് കൊടുത്തതും വിനിത സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇവിടെ ദിവ്യ ഇടയ്ക്കിടയ്ക്ക് വിനിതയോട് ഞാൻ ചോദിക്കുന്നുണ്ട് അടുത്ത് എന്ത് പറയണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് കാണാം വ്യക്തമായി. ഓക്കെ, ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എന്റെ മാന്യമായ സൈഡാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉണ്ട്. 100 കൂട്ടം കംപ്ലയിന്റ്സ് ആണ് ഇവരെ കാരണം ഞാൻ ഒരാളെ സഹിച്ചുകൊണ്ടിരുന്നത്. ഇയാളും ഇപ്പോ ഡെയിലി മെയിൽ ചെക്ക് ചെയ്താലും എല്ലാവരും കസ്റ്റമർ സർവീസ് മോശം, കസ്റ്റമർ സർവീസിനാണ് പ്രശ്നം, കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നത് അല്ലാതെ ഇപ്പൊ എന്റെ മാർക്കറ്റിംഗ് കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ ജൂവലറി കൊള്ളത്തില്ലെന്നോ പറയുന്നേക്കാൾ കസ്റ്റമർ സർവീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇവര് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതും പെരുമാറുന്ന രീതി അതായിരുന്നു. മനസ്സിലായില്ലേ? റൈറ്റ്. അപ്പോ അതായിരുന്നു ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പൊ ഞാൻ അത് ഇവരോട് ചോദിക്കുന്നുണ്ട്, മാന്യമായിട്ടാണ് നിങ്ങൾ ഇത്രയും നാള് പെരുമാറിയത്? ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. ഇന്നാണ് എന്റെ തെറ്റി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. കാരണം കണ്ടുപിടിച്ചിട്ട് നിൽക്കുമ്പോൾ മനുഷ്യന്റെ ഒരു അത് ഒരു സ്റ്റാഫ് എന്നല്ല, നമ്മുടെ കുടുംബത്തിലൊരാൾ പോലും നമ്മളെ പറ്റിച്ച നമുക്കത് സഹിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് ആരെ വേണം എന്താ നമുക്ക് ഫോർഗീവ് ചെയ്യാം. അതായത് யாரை வேணா மன்னிக்கலாம். நான் கூடவே நின்று குழி பறக்கணும்ണ്ടല്ലോ. ആ ഒരു ചതി അത് വേറെ, അത് ചതി മാത്രമല്ലല്ലോ, സഹിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സത്യം തെളിഞ്ഞേ പറ്റത്തുള്ളൂ. എന്തൊക്കെ നിങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ ആരൊക്കെ എന്തായാലും നമ്മുടെ ഭാഗത്താണ് ശരിക്കും. നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടുള്ള ഭാഗ്യം ഈ വീഡിയോ നമുക്ക് രാവിലെ തൊട്ട് ഭയങ്കര ഡൗൺ ആണ്. എന്തുകൊണ്ടാണ് ഇത് ആദ്യം അവർ മറ്റവരുടെ സൈഡ് റോങ് ചെയ്തവരുടെ കേസ് എടുക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് എന്താണ് നമ്മുടെ സൈഡിൽ ന്യായമുണ്ട്. അപ്പൊ നമ്മൾ പേടിക്കണ്ട. Just stay calm. If you have done nothing wrong, if you know that justice should be served to you എന്ന ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടാതിരിക്കുക. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം വന്ന ന്യൂസ് ചാനൽ ഞാൻ ആരാ വന്നത് ശ്രദ്ധിച്ചില്ല. ഞാൻ അതിൽ കരയുമായിരുന്നു. എനിക്ക് അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് മെന്റലി ഡൗൺ ആയിപ്പോയി. പിന്നീട് മൈക്കും കൊണ്ട് വരുന്നവരുടെ മുമ്പ് ഞാൻ പോരട്ടെ, അടുത്ത ചോദ്യം പോരട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. വൈ ഷുഡ് ഐ ക്രൈ? ഇതേപോലെ ഒരു സാധനം വേറെ ആർക്കും നടക്കാൻ പാടില്ല. ഒരു സ്ഥാപനത്തും ഇതേപോലുള്ള ഇവരെ മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇതേപോലുള്ള ഒരാളെയും നിങ്ങൾ ആരും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളെ പോലെ പറ്റിക്കപ്പെടരുത്. അത് ആട്ടിയ ക്യാമറ ആണ്. അത് കുഴപ്പമില്ല. എമോഷൻ കുറച്ച് ഇപ്പോഴാണ് എന്താ പറയാ റിലീഫ് അവരായിട്ട് അവരുടെ സ്വന്തം 7 അടി കൂടി. അതാണ് എനിക്ക്
എന്തായാലും കൊള്ളാം. അപ്പൊ അടുത്തടുത്ത് നമുക്ക് സംസാരിക്കണം. ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ എന്ന് സംസാരിക്കാം. ഞാൻ ഇവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരു തറ സൈഡുണ്ട്. അപ്പൊ തന്നെ അവർക്ക് വേണമെങ്കിൽ, അവർ തെറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അവർക്ക് അപ്പൊ തന്നെ പറയാം, നിങ്ങളത് എന്ത് തറ സൈഡിനെ പറ്റിയാണ് സംസാരിച്ച് വരുന്നത് എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് തെറ്റിയിട്ടാണ് നിങ്ങൾ നമ്മളെ തറ എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാം. ചേച്ചി പറഞ്ഞിട്ടില്ലേ നമ്മളെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ പോലെ അത്രേ ഉള്ളൂ. ചേച്ചി ടാക്സ് വെട്ടിക്കാനല്ലേ നമ്മളോട് പറയാം, അത്രയല്ലേ നമ്മൾ ചെയ്തുള്ളൂ. അങ്ങനെയല്ലേ ഉച്ചയ്ക്ക് വന്ന് നമ്മുടെ ഈ അവരെല്ലാം എക്സ്ക്ലൂസീവ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, പ്രൈം ടൈം എക്സ്ക്ലൂസീവ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എല്ലാം നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണ്, നമ്മൾ ടാക്സ് വെട്ടിക്കാൻ ചെയ്തതാണ്, നമ്മൾ ഡെയിലി അത് പൈസയും കൊടുക്കും. ഒരു പ്രാവശ്യം പോലും അത് വന്നില്ലല്ലോ. ഇവരുടെ പോയിന്റ് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലേ ഈ വീഡിയോ അവർക്ക് എടുത്തത്. അപ്പൊ അവർക്ക് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരാ വീഡിയോക്കകത്ത് ഒരു തവണയെങ്കിലും എന്നോട് പറഞ്ഞൂടെ, ചേച്ചി പറഞ്ഞ കാര്യമല്ലാതെ നമ്മൾ വേറെ ഒന്നും അവിടെ തെറ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചി എന്ത് ധൈര്യത്തിലാണ് നമ്മളോട് ഇങ്ങനെ ഷൗട്ടി സംസാരിക്കുന്നത്, നമ്മൾ എന്ത് ദ്രോഹമാണ് ചേച്ചിയോട് ചെയ്തത് എന്നൊരു വാക്കെന്താ? ഈ 3 പേരിന് എക്സ്ക്ലൂസീവ് കൊടുത്ത ആ 3 പേരുടെയും നാക്കിന്റെ അളവ് വെച്ച് നോക്കിയാൽ ഇതിൽ ഒരു ശതമാനം ഒരു മിണ്ടുന്നില്ലല്ലോ. അവർക്ക് എന്നെക്കാൾ വലിയ നാക്കുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും ന്യൂസ് ചാനൽസിലൂടെയും കണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ റെക്കോർഡ് ചെയ്തപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അവരൊരു നാടകത്തിന് വേണ്ടിയിട്ടെങ്കിലും അവരെന്തുകൊണ്ട് ചോദിച്ചില്ല? ചേച്ചി ഇതാ എന്തിനാ ഇത്രയും പറയുന്നത്, നമ്മുടെ ഭാഗത്ത് തെറ്റൂലല്ലോ, നിങ്ങളല്ലേ എല്ലാ തെറ്റും കാണിച്ചത്, നിങ്ങളല്ലേ ടാക്സ് വെട്ടിച്ചത്, നിങ്ങളല്ലേ എന്നൊരു പ്രാവശ്യം അവർ ചോദിക്കാത്തെന്താ? ആ ഒരു ഒറ്റ ചോദ്യത്തിൽ വരെ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ 3 മൂവർ സംഘത്തിനെയും ആ ഒറ്റ ചോദ്യത്തിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് കാണാം. ഞാൻ അവരോട് പറഞ്ഞു, കട്ടും മോട്ടിച്ചല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുപോലും അവർക്കൊരു എതിർപ്പില്ല, മിണ്ടാതിരിക്കുക. അപ്പൊ സൈഡിലിരിക്കുന്ന മിസ് രാധകുമാരി അക്ക രാധു മനോജ്, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മാഡം രാധു മാഡം അതിനകത്ത് പറയുന്നുണ്ട്, അതുമാണ് ജാതി എന്തൊക്കെയോ പറഞ്ഞു, ഹിന്ദു. അതെ, അത് പറയണമെന്നായിരുന്നു. ഇപ്പോഴും ഞാൻ പറയണേ, എപ്പോഴും പറയണം, മേലെ ഇതുപോലത്തെ വർത്തമാനം ആക്ച്വലി പറയരുത്, ആരോടും പറയരുത്. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇതല്ല കയറി പിടിക്കണ്ടേ. ജാതി മതം ഒന്നും അത് ഭയങ്കര ചീപ്പാണ്. ഡോണ്ട് യൂസ് ദാറ്റ് ജാതി കാർഡ് എനിവേർ. മനസ്സിലായില്ലേ? അതും ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ നമ്മളെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. അത് അങ്ങനെ ചെയ്യരുത്. മനസ്സിലായില്ലേ? കാരണം ഞാൻ ജാതി നിങ്ങൾ പറയുന്നത് എനിക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചാൽ മതി, എവിടെന്നാ വരുന്നേ, ജാതി എന്താ, ഓക്കെ സോറി ഇവിടെ നമ്മൾ ഈ ജാതിയിലുള്ളവരെ എടുക്കാറില്ല, യുവർ ഫയർഡ് എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മൊത്തം കുടുംബത്തിന്റെ ജാതി ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ണടച്ചിട്ടാണോ നിങ്ങളെ റിക്രൂട്ട് ചെയ്തത്? ആൻഡ് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇത് കട്ടുമുട്ടിച്ചല്ല ജീവിക്കുന്നത്. ഉടനെ എന്റെ അതായത് ഇവരുടെ കോള് തന്നെ മ്യൂട്ട് ചെയ്തിട്ട് ഇവരുടെ വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുക പറയും, നമ്മൾ സംസാരിക്കണത് എല്ലാം ഉണ്ടല്ലോ, ഇവര് വന്ന് ആ പുള്ളിക്കാരി കോൾ റെക്കോർഡ് ഓൺ ചെയ്യും, ഇവര് സംസാരിക്കും, ഇവര് ഊതണത് എന്താണ്, കോൾ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്യും. അതിൽ തന്നെ ഇല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വരുന്ന വെച്ചാൽ ഇത് മൊത്തം വീഡിയോ എടുക്കാൻ ഒരാള് അവര് എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ഇവരുടെ സൈഡിൽ ഏത് പൊട്ടനോ പൊട്ടിയോ ഹൂവർ. എന്നിട്ട് ഇതിനകത്ത് അപ്പൊ ഉടനെ ദിവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറയാൻ, നമ്മളിപ്പോ എന്തോന്ന് പറയാൻ. സൈഡില് മിസ് രാധാകുമാരിയുടെ വക ഒരു നാടകമുണ്ട്, എനിക്കിത് കേൾക്കാൻ വയ്യ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോണൂന്ന് പറ. അത്രേ ഉള്ളൂ. ഇവിടെ പൈസ നഷ്ടപ്പെട്ട ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ട ആള്, മോട്ടിച്ച നിങ്ങൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്യണത്? നിങ്ങൾക്ക് നല്ല ലക്ഷറി ജീവിതമാണ്. ഇതിനകത്ത് ദിവ്യ എന്ന് പറയുന്ന ആള് വീട് വെച്ചു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ലക്ഷറി ജീവിതം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനു സൂയിസൈഡ് ചെയ്യണം? ഞാനോ എന്റെ ഭർത്താവോ അല്ലേ സൂയിസൈഡ് ചെയ്യേണ്ട ഇത്രയും പണം പോയതിന്റെ പേരിൽ? അപ്പോ അതിനകത്ത് മിസ് രാധു മാം പറയുന്നത്, എന്തെങ്കിലും പറ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവേണമെന്ന് പറ എന്നങ്ങ് പറഞ്ഞു. അപ്പൊ ഇത് അവരുടെ അടുത്തൊരു കാർഡാണ്, ജാതി കാർഡ് പോലെ സൂയിസൈഡ് കാർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ കാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് ഇവർ എന്റെ അടുത്ത് തന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ഇതിനകത്ത് ഇട്ടിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടുകാരനൊന്നും അല്ലെങ്കിൽ കയറിയേക്കും. അപ്പൊ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പോയി ചത്തോളാൻ പറയുന്നതാണ് അവരുടെ ടെൻഷൻ. അതാണ് കാര്യം. അപ്പൊ ഞാൻ ബാക്കി കേൾപ്പിക്കാം. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത്. ഓക്കെ,
ഞാൻ ഈ ഒരു കോൾ ദിവ്യേനെ ചെയ്യാൻ കാര്യം, എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരുടെ പേര് എന്തായിരുന്നു? വർഷം US റീസെന്റ്. പേര് പറയാമോന്ന് എനിക്ക് പേര് പറയാൻ പാടില്ല, നമ്മൾ പേര് പറയുന്നില്ല. ആ പുള്ളിക്കാരി ഇതുപോലെ നമ്മുടെ ഒരു റീസെല്ലറാണ്. അത് ഞാൻ അറിയുന്നില്ലായിരുന്നു. அவரு தமிழான சம்பவம். அப்ப எங்க அடுத்து ஆக்சுவலி வந்து ചോദിച്ചത് நான் வந்து இவ்வளவு பேமெண்ட் ആക്ച്വലി வந்து பண்ணிருக்கேன். അതായത് ഞാൻ ഇത്രയും പേയ്മെന്റ് ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം இந்த பேர் தாங்க காமிக்குது. இந்த பேர் தான் காமிக்குது. ஐயோ அப்படி எங்க ஸோ எனக்கு ஆக்சுவலா நான் வந்து இங்க US ரீசெல்லர் ஆக்சுவலா வந்து நாங்க உங்ககிட்ட இருந்தா ப்ராடக்ட் வாங்கி ஆக்சுவலா வந்து നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് US-ൽ ഇത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ലാസ്റ്റ് 1 ഇയർ ഉங்க ப்ராடக்ட் தாங்க நாங்க ஆக்சுவலா வந்து സെൽ பண்ணிட்டு. അതായത് ഞാൻ അറിയാത്ത റീസെല്ലിംഗ് 1 ഇയർ ആയിട്ട് പുള്ളിക്കാരി നടത്തുന്നു, ഓബയോസി ആയിട്ട്. മനസ്സിലായില്ല? അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടി എന്നൊക്കെ പറഞ്ഞ വല്ലാതെ ഞെട്ടിപ്പോയി. ഓബയോസിയുടെ ജ്വല്ലറി അവർ മേടിച്ചിട്ട് അവരുടെ അതെ, ഷി വാസ് ഗെറ്റിംഗ് മൈ പ്രോഡക്റ്റ് ഫോർ ഹോൾസെയിൽ റേറ്റ് ആൻഡ് സെല്ലിംഗ് ഇറ്റ് അവിടെ US-ൽ, അവിടുത്തെ US മലയാളി ക്ലയൻസിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ക്ലയൻസിന്. അപ്പോൾ ആ ബിസിനസ് മുഴുവൻ വാട്സാപ്പ് ത്രൂ ആണ് നടന്നത്. വാട്സാപ്പിൽ വരുന്ന കംപ്ലയിന്റ്സും എൻക്വയറീസും എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ മിസ്സസ് വിനിതേനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിതേനെ അത് ഏൽപ്പിച്ചപ്പോൾ വിനിത ആൾക്കാരുടെ കംപ്ലയിന്റ്സ് കേട്ട് അതിന് ഒരു ഉത്തരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ അവരുടെ കൺസേൺസ് എന്നെ അറിയിക്കുകയോ ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അതിനയാൾക്ക് അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ബാക്കി 2 സ്റ്റാഫുകളെക്കാൾ പേയ്മെന്റ് കൂടുതലായിരുന്നു വിനിതയ്ക്ക്. ബിക്കോസ് ഷി വാസ് അസൈൻ ടു ഡു ദീസ് സിമ്പിൾ ഡ്യൂട്ടീസ്. പക്ഷെ അയാള് കസ്റ്റമേഴ്സിന്റെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു, ഒരാളുടെ കൺസേൺസും എന്നെ അറിയിക്കത്തില്ലായിരുന്നു. ഇതെല്ലാത്തിനുപരി US-ലുള്ള റീസെല്ലറായിട്ട് പുള്ളിക്കാരി ബിസിനസ് നടത്തുകയായിരുന്നു. ഒരു വർഷമായിട്ട് നടത്തുകയായിരുന്നു. അവര് പലപ്പോഴും ഇതുപോലെ ഞാനാണെന്ന് വിചാരിച്ചൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പുള്ളിക്കാരി ഞാനായിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ റീസെല്ലറിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന കാര്യം എങ്ങനെയായിരുന്നു? വെബ്സൈറ്റിനകത്ത് ഓർഡർ ചെയ്യല്ലേ. കാര്യം എന്താ? വെബ്സൈറ്റിനകത്ത് പൈസ ഫുൾ റെക്കോർഡഡ് ആയിട്ട് വിത്ത് GST ആൻഡ് എവറിത്തിങ് ക്ലിയർ ആയിട്ട് എന്റെയിലോട്ടാണ് വരുന്നത്. അപ്പൊ അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് ബിസിനസ്, പിന്നെ ഇവരെന്തെങ്കിലും സംസാരിക്കണം റീസെല്ലറിനോടൊക്കെ സമയം പോകത്തില്ല ഇവരുടെ ജീവിതത്തിലെ. അപ്പോ ഇവര് പുള്ളിക്കാരോട് പറഞ്ഞു വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10-15 ദിവസം എടുക്കും നിങ്ങൾക്ക് കിട്ടാൻ. പക്ഷെ എന്നാൽ നിങ്ങൾ വാട്സാപ്പ് ത്രൂ ആണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസത്തിൽ ഞാൻ സാധനം എത്തിച്ചേരാം. ഇതിൽ ഐറണി എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്റ്റോക്ക് വിറ്റ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ അവർക്കും കൊടുത്ത് പൈസ മാത്രം. പക്ഷെ ഇവർക്ക് പക്ഷെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എന്റെ സ്റ്റോക്ക്, എന്റെ പാക്കിംഗ് മെറ്റീരിയൽസ്, എന്റെ ഓഫീസിലെ AC, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഓഫീസ് ഫോണ്, ഞാൻ റീചാർജ് ചെയ്യുന്ന സിമ്മ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് മെസ്സേജ് മാത്രം വരും, ഓഫീസ് ഫോൺ ഒന്ന് റീചാർജ് ചെയ്യുമെന്ന്. ഇവിടെ തട്ടിക്കോ. ഇടയ്ക്കിടയ്ക്ക് മതി, ചേച്ചി നെറ്റ് തീരാറായി, ഇനിയിപ്പോ ക്ലയൻസിനെ ഒന്നും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റൂല, ഒന്ന് റീചാർജ് ചെയ്ത് തരുമോ? അതിന്റെ കാറ്റൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ ടക്ക് റീചാർജ് ചെയ്ത് കൊടുക്കും. കാര്യം എന്താ? എനിക്ക് എന്റെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, എനിക്ക് എന്റെ കസ്റ്റമർ സർവീസ് നന്നാക്കണം. ഞാൻ അപ്പം റീചാർജ് ചെയ്യണം. ഒരാൾ പോലും നെറ്റ് ഇല്ലാതെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ നെറ്റ് ഇല്ലാതെ ഇരിക്കരുത്. ഞാൻ അപ്പം റീചാർജ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ഡീൽ എല്ലാ കസ്റ്റമേഴ്സിന്റെ കാര്യം പെട്ടെന്ന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് എന്നെ ഇപ്പൊ അറിയിക്കണം. ഇവര് ഓക്കെ ഡൺ എന്ന് പറഞ്ഞ് പോയിട്ട് അടുത്ത ബിസിനസ് തുടങ്ങും. എനിവേസ്, അപ്പൊ നമുക്ക് അതിലോട്ടൊക്കെ നമുക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അവർക്കത് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ലെന്നൊക്കെ വരും. നമുക്ക് ബാക്കി കാണാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന് നമുക്ക് ഓൾറെഡി അയച്ച സ്ക്രീൻഷോട്ട്സ്, അതായത് ഈ റീസെല്ലർ നമുക്ക് അയച്ച ചാറ്റ്, ആ പുള്ളിക്കാരി തന്നെ പറഞ്ഞു ഞാൻ 55,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട് 1 ഇയറിനകത്ത്. അതും ഞാൻ ഒറ്റയടിക്ക് 55,000 അല്ല, 5,000 6,000 പോലെ സ്റ്റോക്ക് എടുത്തോണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇതൊക്കെ ആരുടെ അക്കൗണ്ടിലോട്ട് അയച്ചുകൊണ്ടിരുന്നുണ്ട്, എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ സ്ക്രീൻഷോട്ട്സും കൂടി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട് ചാറ്റ്. നമുക്ക് അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ആരുടെയിലോട്ടാണ് പേയ്മെന്റ് പോയെന്നുള്ളത് കാണിച്ചു തരാം. ഇത് പുള്ളിക്കാരി തന്ന പേയ്മെന്റ്സ് ആണ്. ഇതെല്ലാം മിസ് ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. സോ അപ്പൊ ഇത് കണ്ട ഉടനെയാണ് ഞാൻ ദിവ്യനെ വിളിച്ചേക്കുന്നത്. ആ കോളാണ് ആക്ച്വലി ഇത്. കാര്യം ഇവരെന്റെ അടുത്ത് 2,000 മോട്ടിച്ചുള്ളൂ, 3,000 മോട്ടിച്ചുള്ളൂ, ബിരിയാണി മേടിക്കാനാണ്, മറ്റേ ചായ മേടിക്കാനാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് എനിക്ക് വരുന്നത്. അപ്പൊ അതിലേ ഉണ്ട് 55,000. ആ മൊത്തം പേയ്മെന്റ് പോയിരിക്കുന്നത് ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടിലോട്ടാണ്. എന്താണ് ഞാൻ ഇപ്പൊ ദിവ്യയോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ദിവ്യ പറയുന്നത് ഒരു 50,000 വിധമേ നമ്മൾ എടുത്തിട്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത് ദേ ദിവ്യ 50,000 നീ പറയരുത്, ഈ ഒറ്റ കസ്റ്റമറിന്റെ 55 ആയി കഴിഞ്ഞ്
അപ്പോ ഇതിന് മുമ്പത്തെ സ്ക്രീൻഷോട്ട് കുറെ കുറെ സ്ക്രീൻഷോട്ട് പോലും തന്നിട്ടില്ല. എന്നിട്ടാണ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. 100 കൂട്ടം കസ്റ്റമേഴ്സ് ഓൾറെഡി ദിവ്യയുടെ അയച്ചു കഴിഞ്ഞു. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഒറ്റ കസ്റ്റമറിന്റെ 55,000 മാത്രം ഒറ്റ കസ്റ്റമറിന്. അപ്പോഴും ദിവ്യ മുന്നോട്ട് പോരാട്ടം തന്നെയാണ്. അപ്പോഴും എന്നോട് പറയാ ഞാൻ 50,000 എടുത്തിട്ടുള്ളൂ. മാത്രമുണ്ട് 55,000. അതല്ലാതെ 1000 ടീഷർട്ട് വേറെ ഈ വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വണ്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ അപ്പോഴും നിയമത്തിന്റെ കൂടെ തന്നെ പോകണം എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ആ കോളിലിരിക്കുന്നത്. ഞാൻ സ്റ്റേഷനിൽ കൊടുക്കാൻ എന്നെ ആരും സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ രാവിലെ ഒറ്റയ്ക്കായാലും സ്റ്റേഷനിൽ പോയി ഇത് കൊടുത്തിരിക്കും എന്നുള്ളത് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. നമ്മളാണ് ആദ്യം കേസ് കൊടുത്തത്. ഈ 3 ചേച്ചിമാരുടേതും അല്ലെങ്കിൽ 3 മാഡത്തിന്റെയും കൗണ്ടർ കേസ് ആയിരുന്നു. അവര് പറഞ്ഞത് നമ്മളാണ് ആദ്യം കേസ് കൊടുത്തത്. അതെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഇതിനകത്തൂടെ നിങ്ങളൊന്ന് അറിയണം. ഞാനാണ് തൊട്ടടുത്ത ദിവസം കേസ് കൊടുത്തിരിക്കുന്നത്. ഇവര് കൗണ്ടർ കേസ് പിന്നീട് കൊടുത്തതാണ്. ഇഷ്ടംപോലെ മെയിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് മെയിൽ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒത്തിരി താങ്ക് യു സോ മച്ച്. ഇതുപോലെ അവരുടെ അഗൻസ്റ്റ് ഫ്രോഡ് കേസ് കൊടുത്ത ഒരുപാട് പേരുടെ മെയിൽ പേട്ടു ദിവ്യ. അയ്യോ, പക്ഷെ എന്താ ഇതൊക്കെ നമ്മൾ അവരെ പൊക്കിയല്ലോ എന്ന് ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞ എന്താന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ ഒരു അടുത്ത വന്ന് പേട്ടു അതാണ് പറയണത്. സത്യം എന്നും ജയിക്കും. അത് എന്തൊക്കെ എന്താ പറയാ. ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്ക് പോലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു തെളിവ് ഇവര് പുറത്തു വിട്ടു. സത്യം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ 3 of you ഫോർ ദാറ്റ്. ആക്ച്വലി നിങ്ങൾ എന്നെ ഇത്രയും ദ്രോഹിച്ചെങ്കിലും ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. വിനിത മാം, രാധു മാം ആൻഡ് ദിവ്യ മാം, നിങ്ങൾ 3 പേരും എന്റെ ലൈഫിൽ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും വലിയ സഹായമായിരുന്നു ഇത്. ശരിക്കും അല്ലാതെ നിങ്ങളുടെ ബുദ്ധി കൂടിയതിന്റെ ആണോ ബുദ്ധി ഇല്ലായ്മയുടെ ആണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ശരിക്കും ഇവരെ എന്റെ കോള് സത്യം പറഞ്ഞ പകുതി സമയം മ്യൂട്ടിലിട്ടിട്ട് നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടാണ് ആ 3 പേരും ഇരിക്കുന്നത്. 3 പേരും മറ്റേ ഈ കിളി പോയ ഒരു എഫക്റ്റ് ഇല്ലേ, കിളി പോയ എഫക്റ്റിൽ അണ്ടി പോയ അണ്ണാനെ പോലെയാണ് 3 പേരും ഇരിക്കുന്നത്. 3 പേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്ത് ചെയ്യാൻ. സി ഇതിന് ഇവരുടെ സൈലൻസ് ഇല്ലേ, ഞാൻ ഇത്രയും ഷൗട്ട് ചെയ്തു, ഇത്രയും സൗണ്ട് റേസ് ചെയ്തു, ഇത്രയും തെറി വിളിക്കുന്നവർ ബീപ്പ് ചെയ്ത് കേൾപ്പിച്ചിരിക്കുന്നു നിങ്ങളെ. ഈ സൈലൻസ് ഉണ്ടല്ലോ അവരുടെ, ദാറ്റ് പ്രൂവ്സ് അവർ ക്രിമിനൽസ് ആണെന്ന് ഞാൻ ഇന്നസെന്റ് ആണെന്നുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഞാൻ അവരെ തെറി വിളിക്കുന്ന ബീപ്പ് ചെയ്ത് നിങ്ങൾ അവർ കേൾപ്പിച്ചിരിക്കുന്നു. സത്യം പറയും, എന്നെക്കാൾ അടിപൊളി തെറി അവർക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. അതും ഇത്രയും മറ്റേ മീഡിയയുടെ മുമ്പിൽ നാക്കുള്ളവർക്ക് എന്നെ എന്തുകൊണ്ട് 2 തെറി 2 വേണ്ട 1 തെറിയെങ്കിലും അവരെന്നെ വിളിക്കാതെ അവരുടെ മാന്യതയാണ്. ശരി, പോട്ട് എതിർത്ത് സംസാരിക്കാത്തത് നിങ്ങളുടെ ഭാഗം സത്യം. ചേച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇത്ര ചെയ്തത്. ഒരു പ്രാവശ്യമെങ്കിലും ആ കോളിൽ പറയണ്ടേ? അത് അവർ റെക്കോർഡ് ചെയ്ത കോളിൽ അവരെങ്കിലും പറയണ്ടേ? നമ്മൾ അറ്റ്ലീസ്റ്റ് നാടകമെങ്കിലും ഇറക്കണ്ടേ? ജസ്റ്റ് ടെൽ. സി, എല്ലാ ദിവസവും വൈകുന്നേരം നീയല്ലേ നമ്മുടെ അടുത്ത് ക്യാഷ് എടുത്ത് തരാൻ പറഞ്ഞേ? എല്ലാ ദിവസവും ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരാൻ നീ അല്ലേടി പറഞ്ഞേ? ഇത് ആലോചിക്കുമ്പോ 2 ദിവസം എന്തായാലും അവർക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കഥ പറയാന്ന് അവരുടെ അഡ്വക്കേറ്റ്. ഇത് ആക്ച്വലി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്തതായിരിക്കും. അല്ല, അവർ അഡ്വക്കേറ്റ് പറയുന്നതാണ് അവർ ഇന്ന് അത് ശരിയാ, ഇത് അവരുടെ കയ്യിൽ നിന്ന് പോയതാ. അവരങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ അവർ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അവരാണ് ആദ്യം കേസ് കൊടുത്തൊന്നും പറഞ്ഞു കേട്ടോ. അത് അട്ടർ നോൺസെൻസ്. അല്ല, അത് ഇതിലൂടെ എനിക്ക് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് സോറി എന്ന് പറഞ്ഞാലോ എന്നൊക്കെ സൈഡിൽ ചോദിക്കുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തവരെ എന്നോട് എന്തിനാ സോറി പറയുന്നേ? ഞാനല്ലേ നിങ്ങളോട് സോറി പറയണ്ടേ? ഞാനല്ലേ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചേ? അപ്പൊ ഞാനല്ലേ നിങ്ങളോട് സോറി പറയണ്ടേ? വൈ ഷുഡ് ഐ ബി ഷൗട്ടിങ് ഇറ്റ് ആൻഡ് വൈ ഷുഡ് യു ബി അപ്പോളജൈസിങ് ടു മീ? അത് നിങ്ങൾ 3 പേരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യും. നിങ്ങളൊരു പ്രൈം ടൈമിൽ വന്നൊരു എക്സ്ക്ലൂസിവിറ്റി ഇത് പറ. നിങ്ങൾ എന്തിനു വാടച്ചിരുന്നു? അത് നിങ്ങളുടെ മാന്യതയായിരുന്നു. എന്ത് തെറി വിളിച്ചാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. എല്ലാ കുറ്റവും നമ്മൾ സമ്മതിച്ചു. ഇതെല്ലാം നിങ്ങളുടെ മാന്യതയാണെന്ന് നിങ്ങൾ പറ. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. I don't think you have another option left.
എന്തിന്? ഓക്കെ, എന്തിന് സോറി? നീ മഹാനല്ലേ? ഒരു തെറ്റും ചേട്ടൻ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഞാൻ നിങ്ങളുടെ അവിടെ ജാതിയുടെ പേര് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അവിടെ വർക്കിന്റെ അവിടെ ഇട്ട് പീഡിപ്പിച്ച് നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിച്ചെങ്കിൽ നിങ്ങൾക്ക് അതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറഞ്ഞൂടെ? നമ്മളെ കൊണ്ട് ഇത്രയും പണി എടുപ്പിച്ചില്ലേടി, നീ മിണ്ടായിരിക്കടി എന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒരു കാര്യം നിങ്ങൾ പറയുന്നില്ല. നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ദൈവമോ? നിങ്ങളതിന് ഞാൻ പറഞ്ഞ എല്ലാം കേട്ടോണ്ടിരിക്കുന്നത്? ഞാൻ ദൈവമൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളെ പോലെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയല്ലേ. എന്തിനു കേട്ടോണ്ടിരിക്കണം? എന്നെയും എന്റെ ഭർത്താവിനെയും ആരെങ്കിലും ഒരു തെറി പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഇവരുടെ ഹസ്ബൻഡ്സ് ഇത് കേട്ടോണ്ടിരിക്കുന്ന അവർക്ക് നിങ്ങൾക്കൊരു നട്ടലില്ലേ എന്നെ രണ്ട് തെറി പറയാൻ? എന്റെ പെണ്ണും പിള്ളയെ നീ പറയുന്നാടാ. അതൊന്ന് ചോദിച്ചൂടെ ഒരു പ്രാവശ്യം? നീ ആരാടി എന്റെ പെണ്ണും പിള്ളേനെ പറയാൻ എന്ന് ചോദിച്ചൂടെ? യു കുഡ് ജസ്റ്റ് ആസ്ക്. നോ, ബട്ട് വൈ ആർ യു കീപ്പിംഗ് യുവർ സൈലന്റ് ആൻഡ് വൈ ആർ യു ടെല്ലിംഗ് സോറി? അല്ല, അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല അവർക്ക്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് പിന്നീട് സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തത്. ഇത് അന്ന് ആക്ച്വലി രാത്രി നടന്നേക്കുക, നമ്മൾ കേസ് കൊടുക്കുന്നതിന്റെ തലേന്ന്. അപ്പൊ ഇവർക്ക് സമയം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഈ സത്യം പറയാലോ, ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അവരെ വിളിക്കാൻ പറ്റിയല്ലോ. നമ്മൾ എന്തൊരു പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് എന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് കംപ്ലീറ്റ്. അതിപ്പോ ഞാനെന്നല്ല, നിങ്ങൾ ആരായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ മോഷണം പോയി എന്ന് 1 by 1 ഇങ്ങനെ ലേറ്റ് നൈറ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും വിശ്വസിച്ചിരുന്നവര് നിങ്ങൾ എല്ലാ പരിപാടിക്കും വിളിച്ച് നിങ്ങളുടെ കൂടെ അടിച്ചു പൊളിച്ച് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ഫോട്ടോ ഇടാം. നമ്മുടെ 5th month സെറിമണിക്ക് ദിവ്യ വന്ന് സ്റ്റേജിൽ നിൽക്കുന്നത്. ഇവരെയാണ് ഞാൻ ജാതി മതത്തിന്റെ പേരും പറഞ്ഞ് അടുപ്പിച്ചില്ല എന്ന് ഇവര് പറഞ്ഞത്. സ്റ്റേജിൽ കയറി എന്റെ കയ്യിൽ വളയിട്ട് തരണമെന്ന് ഞാൻ വിളിച്ചു വരുത്തിയിട്ട് വന്ന ആളാണ്. ജാതി മതം ഉണ്ടെങ്കിൽ അവരെന്തിനെ കൈ തൊടണം? അവരെന്തിന് സ്റ്റേജിൽ കയറണം? അവരോട് വെളിയിൽ തൂത്തോണ്ടല്ലോ നിന്നാ ഞാൻ ബാക്കി ഒരു 1-2 ബിരുദയുടെയും കൂടെ ഫോട്ടോയും വീഡിയോ ഉണ്ട്. ഞാൻ എന്റെ ഫോട്ടോഗ്രാഫറിനോട് ചോദിച്ചേക്കാം. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതും കൂടെ ഞാൻ ഇടാം. എന്തായാലും ദിവ്യ മാമിനെ നിങ്ങൾ കണ്ടോളൂ. ഞാൻ ജാതി മതം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളാണ്. ഓക്കെ, സോ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ തുലയ്ക്കുന്ന അന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എന്റെ മാന്യത കീപ്പ് ചെയ്ത് ചെയ്തില്ല. പക്ഷെ ഇന്നിപ്പോ അവര് സ്വയം ദേ ഡിസൈഡ് ടു ബിക്കം പോപ്പുലർ ഓവർനൈറ്റ്. അവരെല്ലാ ന്യൂസ് ചാനൽസിലും അവർ വന്ന് എക്സ്ക്ലൂസീവ് പ്രൈം ടൈമിൽ കൊടുത്തുകൊണ്ടിരിക്കുക. സോ ദർ ഓൾറെഡി ഫേമസ്. അപ്പൊ നമ്മളായിട്ട് ഇനി അവരെ ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഐ തോട്ട് ഓൾറെഡി ഫേമസ് ആയവരുടെ ഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഇവർ പുറത്തു വരാതെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്നവരല്ല. അപ്പൊ അവര് തന്നെ വിട്ട് അവരുടെ തന്നെ വീഡിയോ കാണിച്ചിട്ട് ഞാൻ അവരെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 3 പേരുടെ ഫേസ് നിങ്ങൾ എല്ലാവരും മ്യൂസിക് കണ്ടതാണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും ഓർത്തു വെച്ചോളൂ. എവിടെ കണ്ടു കഴിഞ്ഞാലും എവിടെ കയറി ഫുഡ് കഴിച്ചാലും ദേവി നിങ്ങൾ സൂക്ഷിച്ചോണം. കൈ പൈസ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കണം. ശരിയാ, പൈസ അവരുടെ കയ്യിലുണ്ട്. സോറി. അവിടെ നിന്ന് ഫുഡ് എങ്ങാനും കട്ടോ ഇല്ലയോ നിങ്ങളൊന്ന് അന്വേഷിക്കണം. 3 പേരുടെ മുഖം എവിടെ വെച്ച് കണ്ടാൽ നിങ്ങൾ നോട്ട് ചെയ്തോണം. ഇത് കോമഡി ഒന്നുമല്ല. ലൈഫിൽ നിങ്ങളായും പ്രൊഫൈൽ പിക്ചർ ഇനി ഇടൂലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ കോള് കെട്ടിയത്. അതിനുശേഷം 3 പേർക്കും പ്രൊഫൈൽ പിക്ചർ ഇല്ല. അയ്യോ സത്യം. അപ്പ പോയത് അവരുടെ 3 പേരുടെ പ്രൊഫൈൽ പിക്ചർ. അതായത് അവര് തന്നെ റിമൂവ് ചെയ്തു. കാര്യം അങ്ങനെ പോലും അവരുടെ ഫേസ് പുറത്ത് പോകരുതെന്ന് അവർ വിചാരിച്ചു. കാര്യം അത്രയ്ക്ക് ക്രിമിനൽസ് ആയിട്ടുള്ള 3 പേരാണ് ഇവര്. നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്ന വേറൊന്നുമല്ല. പല കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന ഐറ്റംസ് 3-4 പ്രാവശ്യമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യണം. അതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും യു വിൽ ബി ക്വസ്റ്റ്യനബിൾ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് റിപ്പീറ്റഡ്ലി വയ്യാതെ ട്രിപ്പ് എടുത്ത് കിടന്ന് ഞാൻ പറഞ്ഞിട്ടും ഇവര് പലപ്പോഴും ഇറസ്പോൺസിബിളി ആയിരുന്നു സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കസ്റ്റമേഴ്സ് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലായിരുന്നു. പല കസ്റ്റമേഴ്സിനോട് ഒരു മോശമായി സംസാരിച്ച റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പേഴ്സണലി എന്നെ വിളിച്ച് പറയുന്നവരുണ്ട്. കടയിൽ വരുമ്പോൾ 3 പേരും മൂദേവി പോലെയാണ് നിൽക്കുന്നത്. ഒരു ഐശ്വര്യം ഇല്ല 3 പേരും. അവരിനെ കടയിൽ വരുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മോശമായിട്ടാണ് പെരുമാറുന്നത്. അവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സും എന്ത് ചോദിച്ചാലും ഇവരുടെ അടുത്ത് കാണിച്ചു തരാം. ഒരു താല്പര്യവും കാണിക്കാറില്ല. ഇത് എന്റെ അടുത്ത് കുറെ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. പേഴ്സണലി വിളിച്ചു മെസ്സേജ് അയച്ചു. അപ്പോൾ
ഇത് ഇത്രയും ഇവർ ചെയ്ത് എന്നെ ദ്രോഹിച്ചിട്ടായിരുന്നു ഒരുപാട് യൂട്യൂബ് ചാനൽസിലുള്ള ആൾക്കാർ എന്റെ അഗേൻസ്റ്റ് വീഡിയോ ഇറക്കിക്കൊണ്ട് വന്നത്. മറ്റേ ഓബയോസി സ്കാമ് ദിയ ഫാമിലി സ്കാമ് ഹസ്ബൻഡ് സ്കാമ് നാട്ടിൽ പോകുന്ന ഒരു സ്കാമ് എന്ന് പറഞ്ഞ് കുറെ പേര്. അപ്പൊ ഇതെല്ലാം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴായിരുന്നു ഞാൻ സഹിച്ചു വിടുന്നത്. അത് അന്ന് ലോകത്താർക്കും അറിയില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതെനിക്കും എന്റെ ഫാമിലിക്കും എന്റെ ഹസ്ബൻഡിനും അറിയാം. അതെല്ലാം ഞാൻ മനസ്സിൽ ഉള്ളിൽ വെച്ച് ഞാൻ ഉരുകി മരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നാള്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേക്ക് ഇതിന്റെ പേരും പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികള് എന്നെ ദ്രോഹിച്ചതിനാണ് ഞാൻ അപ്പൊ പോലും അനുഭവിച്ചത് യൂട്യൂബിനകത്തൊക്കെ. അല്ലാതെ ഞാൻ പേഴ്സണലി ആർക്കും പാക്ക് ചെയ്ത് കൊടുത്ത സാധനം പൊട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഏതെങ്കിലും ഒരു കസ്റ്റമറിനോട് മോശമായിട്ട് പെരുമാറിയോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഷോപ്പിൽ വരുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിരിക്കുന്നതോ ഒന്നും ആയിരുന്നില്ല കംപ്ലൈന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ താങ്ക്ഫുള്ളി വി ഹവ് ഗോട്ട് എ ന്യൂ സെറ്റ് ഓഫ് ഒബയോസി സ്റ്റാഫ് ആൻഡ് എവറിത്തിങ് ഇസ് ഗോയിങ് പെർഫെക്റ്റ്. വി ഹവ് അസൈൻഡ് ഓർ റിക്രൂട്ടഡ് എ ന്യൂ സ്റ്റോർ മാനേജർ, 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, പിന്നെ നമ്മുടെ പാക്കിംഗ് ടീം ഇസ് വെരി സ്ട്രോങ്. വി ഹവ് 4 to 5 പാക്കിംഗ് മെമ്പേഴ്സ്. എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടയിലുണ്ടായിരുന്ന ആ ഒരു ഡിലേ ഇവരെ 3 പേരെയും കാരണമായിരുന്നു. വിച്ച് ഓഫ് കോഴ്സ് യു കെൻ സീ ദ ഡ്രാമ. ഓക്കെ, ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അത്രയ്ക്ക് കെഞ്ചിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ മിസ്റ്റേക്സ് ഇനി കാണിക്കരുത് പ്ലീസ്. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. ഒട്ടും വയ്യാതിരുന്ന സമയത്തായിരുന്നു ഈ എന്നെ പറ്റി യൂട്യൂബിൽ ആരോപണങ്ങളും റോങ് ആയിട്ടുള്ള വീഡിയോസും വന്നത്. അതിട്ട ഒരാളുടെ വീഡിയോ നമ്മള് പുള്ളി അട്ടർ നോൺസെൻസ് എന്നെ പറ്റി പറഞ്ഞിട്ട് അവസാനം കൊല്ലത്തുള്ള പോലീസ് ഇടപെട്ട് അത് പുള്ളിയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് എന്നെ പറ്റി മോശമായിട്ടുള്ള ഫോട്ടോയൊക്കെ ഉപയോഗിച്ച് പുള്ളി സംസാരിച്ചു. പിന്നെ ആ പുള്ളി ആ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല. പിന്നെ പുള്ളി വേറെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇവരോട് കെഞ്ചിയായിരുന്നു പറഞ്ഞിരുന്നത്, പ്ലീസ് എടേ എനിക്ക് ഇത്രയും മറ്റേ ഗൂഗിൾ റിവ്യൂവും കസ്റ്റമേഴ്സിന്റെ ഇപ്പൊ 1-2 പേര് കംപ്ലൈന്റ് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ വയ്യ, പ്ലീസ് ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് മിസ്റ്റേക്സ് ചെയ്യാതിരിക്കുന്നത് ഞാൻ കെഞ്ചിയായിരുന്നു അവരോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ അവരെല്ലാം നോക്കിക്കോളാം ചേച്ചി, എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞ് അവര് വാരുകയായിരുന്നു അടിയിൽ കൂടെ വയ്യാതെ കിടന്ന എന്റെ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളെ അനിയത്തിമാരെ പോലെ കണ്ടു എന്ന് വരെ ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അവരാണ്, അവർക്ക് വേണമെങ്കിൽ വാതുറന്ന് പറയാലോ, നീ എപ്പോഴാണ് നമ്മളെ അനിയത്തിമാരെ പോലെ കണ്ടത്? നീ ജാതി മതവും പറഞ്ഞ് നമ്മളെ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ നമ്മളെ മാറ്റിയിരുത്തുന്നവളായിരുന്നല്ലോ എന്ന് അവർക്ക് ചോദിക്കാമല്ലോ. നീ എപ്പോഴാണ് നമ്മുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറിയത്? നീ എപ്പോഴാണ് നമ്മളെ അനിയത്തിമാരെ പോലെ കണ്ടതെന്ന് ഒരൊറ്റ ചോദ്യം അവർക്ക് ചോദിക്കുന്നതിനകത്ത്. അപ്പൊ ഞാൻ ലോക്കാവും. ഒരൊറ്റ ചോദ്യം അവർക്ക് ചോദിക്കുന്നതിനകത്ത്. പക്ഷെ അവർ ചോദിക്കുന്ന പോലും ഇല്ല. ദേ സൈലന്റ്. ദർ ആക്ച്വലി ആക്സെപ്റ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ ആം ടെല്ലിങ്. ഞാൻ അനിയത്തിയെ പോലെ അല്ലേ കണ്ടേന്ന് ചോദിക്കുന്നത്, മിണ്ടാതിരിക്കുന്നു. ഞാൻ മാന്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു കെഞ്ചിനെ ചോദിച്ചിരുന്നത്, മിണ്ടാതിരി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരിന്ന് ന്യൂസിൽ എന്താണ് പറഞ്ഞത്, ഞാൻ ജാതി മതം വെച്ചിട്ട് പെരുമാറുന്നു, ഇവരെ മോശമായി ട്രീറ്റ് ചെയ്യുന്നു എന്ന്. അപ്പൊ എനിക്ക് ഇവരോട് ഞാൻ നിങ്ങളുടെ കെഞ്ചിയിലെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് ജാതി മതം ഈ കോളിൽ ഇവർ റെക്കോർഡ് ചെയ്യുന്ന ഞാൻ അറിയുന്ന പോലുമില്ല. എനിക്ക് വേണമെങ്കിൽ ഈ കോളിനകത്ത് പറയാലോടി, നീ ഇന്ന ജാതി അല്ലേടി, നീ അതല്ലേടി ഇങ്ങനെ ചെയ്തതെന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ പറയുന്നില്ലല്ലോ. ഐ കൻ ടെൽ നോ. അപ്പൊ ഞാൻ അങ്ങനെ അത് വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഒരു പ്രാവശ്യം ഇവർ റെക്കോർഡ് ചെയ്യുന്ന അറിഞ്ഞിട്ട് പോലും ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുക, ഐ കൻ ജസ്റ്റ് ആസ്ക് ഈ ജാതിയിലുള്ള എൽഇഡി നീന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. എന്നാൽ അത് അവർക്ക് എത്ര ഭംഗിയായിട്ട് അത് പോസ്റ്റും ചെയ്യാമല്ലോ. അതൊന്നും അവരുടെ ഇല്ല. മിസ് രാധു സൈഡിലിരുന്ന് പാനിക് അറ്റാക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം പുള്ളിക്കാരിക്ക് തൂക്കി എന്നുള്ളത് പിടി കിട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറ, കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറ, അത് പറ, ഇത് പറ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന്? അതാണ് നിങ്ങൾ കെട്ടി തൂങ്ങി ചാവണം. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പറഞ്ഞതല്ലാതെ ഇവരെന്ത് തെറ്റാ അവിടെ ചെയ്തല്ലേ? അതെ, നിങ്ങൾ എന്തിനു ചാവണം? നിങ്ങൾ ഭയങ്കര നന്മപരം പോലെ ആക്ച്വലി ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ എല്ലാം കാര്യങ്ങളും. എന്താ നമ്മളെ ഭീഷണിപ്പെടുത്തി, നമ്മൾ കുറ്റസമ്മതം നടത്തിപ്പിച്ചു. ഇവിടെ ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പോലും ഇല്ല, തൊട്ടടുത്ത് പോലും. ഞാൻ നിങ്ങളെ കെട്ടിയിട്ടിട്ടോ കഴുത്തി പിടിച്ചിട്ടോ ഒന്നും ഭീഷണിപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് വായുണ്ട്, നല്ല നീണ്ട നാക്കുണ്ടെന്നുള്ളത് ഇന്ന് എല്ലാരും ന്യൂസിൽ കണ്ടു. നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞാൽ പോരെ, ബാരക്കടി നീ ആരടി നമ്മളിങ്ങനെ പറയാന്ന് പറയണ്ടേ? ഒറ്റ വാക്ക് വിട്ട പ്രൂഫാണ്. ഇപ്പോഴും ഞാൻ പറയുവാണ് അവര് വിട്ട വീഡിയോ ആണ് കേട്ടോ. നമ്മളിട്ട പ്രൂഫ് അല്ല. അത് എന്റെ ബെഡ്റൂം അല്ല. എന്റെ ബെഡ്റൂമിൽ അവരിയ്ക്കുന്ന ഫുട്ടേജ് അല്ല, ഇത് അവരുടെ ബെഡ്റൂം. എന്റെ ബെഡ്റൂം ഇച്ചിരി മൈ ബെഡ്റൂം ഇസ് എ ലിറ്റിൽ മോർ പ്രിറ്റി പ്ലീസ്. ഈ റീസെല്ലർ ആള് പുള്ളിക്കാരി എന്റെ വളരെ വലിയൊരു ഫാനായിരുന്നു. പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞ ദിയയുടെ ബിസിനസ്സും ദിയയുടെ ജൂവലറിയുടെ ക്വാളിറ്റിയും ദിയയുടെ
ദിയ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ടായിരുന്നു ഞാൻ ദിയയുടെയും തന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വേറെയും പേജുകളിൽ കണ്ടെങ്കിൽ എനിക്ക് ദിയയുടെ തന്നെ വേണം എന്നുണ്ടായിരുന്നു. ദിയയ്ക്ക് പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ ദിയ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നു എന്ന് വിശ്വസിച്ചായിരുന്നു ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇവർക്ക് പോയി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഐ ആം റെഡി ടു ഗിവ് എ സ്റ്റേറ്റ്മെന്റ് അഗേൻസ്റ്റ് ദം എന്ന് പോലും പുള്ളിക്കാരി അന്ന് രാത്രി എന്നോട് പറഞ്ഞു. ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്, ഇവർക്ക് എവിടെയോ ഒരു ചെറിയ ഡൗട്ട് അയച്ചാൽ ഇവർ ഒരു പ്രാവശ്യം പോലും കൊടുത്ത സാധനം ഡാമേജ് ആയിട്ടില്ല ഇവർക്ക് പാക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് പറഞ്ഞു. പക്ഷെ ഒരേ ഒരു പ്രാവശ്യം മാത്രം ഇവർക്ക് ഒരു ഡാമേജ് ഐറ്റം കിട്ടി. അവർ ഉടനെ എനിക്ക് വേറൊരു സാധനം അയച്ചു തന്നു. പക്ഷെ എന്റെ ഡാമേജ് ഐറ്റം തിരിച്ചയക്കാൻ പോലും അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് അവിടെ ഏതോ ഒരു ഇത് എന്ന് വെച്ചാൽ അത് അവരുടെ ഈ സ്റ്റോക്കേ അല്ല, അവർ വേണ്ട സ്റ്റോക്കും അല്ല, അവരുടെ ഷിപ്പിംഗ് ചാർജും അല്ല, പാക്കിംഗ് മെറ്റീരിയൽസ് അവരുടെ, ഓഫീസ് അവരുടെ, AC അവരുടെ അല്ല, ഒന്നും അവരുടെ അല്ല. അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ നഖം പോലും അവരുടെ അല്ല, ഒന്നും അവരുടെ അല്ല. അപ്പൊ അവർക്കിപ്പോ എന്താണ്, പൈസ മാത്രം അവരുടെ അക്കൗണ്ടിൽ വരണം, നമ്മൾ ബാക്കിയെല്ലാം ചെലവഴിക്കണം. അവരുടെ പേരും എനിക്ക് അത് കൊള്ളാം. എനിക്ക് പറയുമ്പോഴേ ചൊറിഞ്ഞ് എനിക്ക് നിങ്ങളുടെ എന്റെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് ആ മനസ്സിലാവില്ല. വീടിന്റെ അടിയിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ദിയ പറഞ്ഞത് കുറഞ്ഞു പോയി. ഇത് കൂടെ ആലോചിച്ചുണ്ടല്ലോ, കൊറിയർ കവർ നമ്മളെ ഷിപ്പിങ്ങിന് പൈസ കിട്ടണം, നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത സ്റ്റോക്ക്. പക്ഷെ പൈസയും അവരെടുത്തോണ്ട് പോയിട്ട് പ്രൈം ടൈം എക്സ്ക്ലൂസീവ് എന്തോന്ന് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ പോലും നമ്മൾ എവിടെ കൊടുത്തു, ഏത് സ്റ്റോക്ക് പോയി, തെളിവ് താടി. ഒറ്റ ചോദ്യം, പറഞ്ഞിട്ടല്ലേ സ്റ്റോക്ക് കൊടുത്തത്? ചേച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ സ്റ്റോക്ക് കൊടുത്തേ, ചേച്ചി പറഞ്ഞിട്ടല്ലേ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ മേടിച്ചേ. ഇന്ന് ഒരു വാക്ക് ഇവരെന്താ എന്നോട് പറയാത്തെ? എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ പറയാം, ഇത് നമ്മൾ എടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓക്കെ നമ്മൾ കട്ട് ചെയ്തെന്ന് പറയാം. ഇത് ഇവര് ബ്യൂട്ടിഫുള്ളി എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. കോൾ റെക്കോർഡിംഗ് നമ്മൾ സംസാരിക്കാൻ മാത്രമല്ല, നമ്മൾ ഭയങ്കര വില്ലത്തി തെറിവിളി അവരെ സ്റ്റാൻഡിങ് വിത്ത് ട്രൂത്ത്. അല്ലാതെ അവരെ പോലെ എനിക്ക് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് കാണിക്കട്ടെ. ഒറ്റ തന്തേ ഉള്ളൂ, ഒറ്റ നട്ടലേ എനിക്കുള്ളൂ. ഞാൻ കാണിക്കും. അവരെന്ത് വീഡിയോ റെക്കോർഡ് ചെയ്തെന്നാണ് ഞാൻ ഇപ്പോഴും. ചിലർക്ക് ബുദ്ധി കൂടിയാലും പ്രശ്നമാണ്. ഇത് അയച്ച വീഡിയോ എല്ലാം മാറിപ്പോയാ ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? അതൊക്കെയാ ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? ഓക്കെ, മൈസൂരിൽ പോയി നീ എടുത്ത സ്റ്റോക്കാണോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പോലും ഇതൊക്കെ നീ എന്തിനാടി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ മതി. അതിന് പകരം അല്ല ചേച്ചി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മിസ് ദിവ്യ ഫ്രാങ്ക്ലിൻ, ദിവ്യ മാം. അത് ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അല്ലേ? അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്? അശ്വിൻ ഇവരോടത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് തരാം, നിങ്ങൾ പൈസയും തരണ്ട, നമ്മൾ നിങ്ങളുടെ വീഡിയോയും പുറത്തു വിടില്ല, സത്യം പറ, ജസ്റ്റ് സേ ദ ട്രൂത്ത് എന്നുള്ളത് മാന്യമായി ഇവരോട് 1000 വട്ടം മാറി മാറി ചോദിച്ചു. എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞു, നമുക്ക് ആക്കി ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനാ. ഓക്കെ, നിങ്ങൾ എടുത്തെങ്കിൽ എടുത്തു, ഓക്കെ ഇത്രയും സ്റ്റോക്ക് പോയതപ്പോ നിങ്ങളെ കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറ. ഇല്ലെങ്കിൽ അത് പിന്നെ എയറിലോട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോ പോലും ഇവരൊന്നും മിണ്ടിയില്ല. 55,000 രൂപയുടെ സ്റ്റോക്ക് നീ എന്തിന് വിറ്റു എന്ന് ചോദിച്ചപ്പോ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവോ? മാന്യമായിട്ടാണോ നിന്നെ ചോദിച്ചുകൊണ്ടിരുന്നേ? അല്ല വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത്, 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട്. 50ന്റെ അപ്പ ന്യൂണോ തമ്പി. എന്റെ ഭാഷ മോശമായി തോന്നിയവരോടൊക്കെ ഐ എം റിയലി സോറി. അത് എന്റെ മാനസികാവസ്ഥ അതായിരുന്നു. പക്ഷേ ചിലപ്പോൾ എന്റെ സ്ഥാനത്തേക്ക് വേറൊരാൾ ഇതിന്നും അപ്പുറം പറഞ്ഞു തന്നെ, ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കാമായിട്ടും എടുത്ത് തന്നെ പറയാൻ പറ്റില്ല. ബട്ട് എന്റെ മാനസിക നില തെറ്റിയിരിക്കുകയായിരുന്നു. ഞാൻ വളരെ സാഡായിരുന്നു. അതിന്റെ ഒരു സംസാരം നിങ്ങൾ എന്റെ കേൾക്കുന്നത്. ഞാൻ പൊതുവെ അങ്ങനെയുള്ള ഒരാളല്ല, ഐ എം എ വെരി ജോളി പേഴ്സൺ. ഇത് എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് പ്രഗ്നന്റ് ആയിട്ട് ഇത് എന്റെ ലിമിറ്റ്, എന്റെ മൂഡ് സ്വിങ്ങിന്റെ അപ്പുറം വന്നുപോയി. അപ്പൊ ഇതിനകത്ത് അപ്പൊ ദിവ്യ പറയാ, ചേച്ചി അതിന്റെ നമ്മൾ പറഞ്ഞേ ഒരാളൊരു 50,000 വെച്ച് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു 50ന്റെ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട്. ബിക്കോസ് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുത്തതായിരുന്നു 55,000 രൂപ. അപ്പൊ ബാക്കി കണക്ക് എവിടെ? അത് അപ്പൊ അപ്പോഴാണ് പറയുന്നത് നമ്മള് തെറ്റ് ചെയ്യാത്തവർ അങ്ങനെയാണോ പറയുന്നത്? ഞാൻ വേറെ ഒന്നുമില്ല, ഒരു കോമൺ സെൻസ് തെറ്റ് ചെയ്യാത്തവർ അങ്ങനെയാണോ പറയുന്നത്? ബോട്ട്
ഇവരെന്ത് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് ഉച്ചയ്ക്ക് തന്നത്. ഇപ്പൊ ആ സ്ക്രിപ്റ്റ് നമ്മൾ അവരുടെ മൈക്ക് വെച്ചിട്ടില്ല, ഫാനിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. എല്ലാരും പറ്റിയാൽ ഹെഡ്ഫോൺ വെച്ചും കൂടി വീഡിയോ കേൾക്കുക. അല്ല, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞല്ലോ. അപ്പൊ അവൻ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ നേരത്തെ എത്തിക്കണമായിരുന്നു. കള്ളം ചെയ്യണം. ഇവർ ഇത്രയും ചെയ്ത് തുടങ്ങിയപ്പോഴേ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നുണ്ട്. നാളെ തൂക്കിയാൽ എന്ത് ചെയ്യും? വാട്ട് ഇസ് പ്ലാൻ ബി എന്നുള്ളത് അവർ ആലോചിക്കണമായിരുന്നു. ശരി. നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെറുപ്പാണെങ്കിൽ പൊട്ടിന് 50,000 നീ പറഞ്ഞ നീ 50,000 പറഞ്ഞ ബിക്കോസ് I'm കസ്റ്റമറിന്റെ still saying I'm സ്ക്രീൻഷോട്ട് really sorry for the words that I used. I'm just sad. ഇവരെ അറിയും കൊല്ലാനെ മോളെ നീ വിവരം അറിയും. മനസ്സിലായില്ലേ? എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ മോശമുള്ള വാക്ക് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചു കേട്ടോ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള അത് എന്റെ കോട്ട കഴിഞ്ഞു ഈ കോളിനകത്ത്. ഈ കോളത്തിൽ റെക്കോർഡ് ചെയ്യോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നീ പുറത്തുണ്ടായി എനിക്ക് പ്രശ്നമല്ല. ഇതിനകത്ത് ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കോൾ റെക്കോർഡ്. ബിക്കോസ് ഇവരെന്തും ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിലൂടെ. എന്റെ ഭാഗ്യം ഇപ്പൊ ഇത്രേ ഉള്ളൂ. പ്രഗ്നന്റ് ആയിട്ടുള്ള എന്നെ ഒരു സ്റ്റെപ്പിൽ നിന്നും തള്ളി താഴെയിട്ടില്ലല്ലോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അത്രേ എനിക്ക് പോലെ ഞാനും എന്റെ ബേബിയും സേഫ് ആണ്. ആസ് ലോങ് ആസ് ദാറ്റ് ഐ എം ഫൈൻ. ഐ വിൽ മേക്ക് മണി. മൈ ബേബി വിൽ കം ഔട്ട് സൂൺ. ആൻഡ് ഐ റിയലി ഹോപ്പ് എന്റെ ബേബി പുറത്തു വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആയിട്ട് നല്ലൊരു സമയം നോക്കി കൊച്ചിറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈ ബേബി ഷുഡ് നോട്ട് കം ഔട്ട് ടു എ വേൾഡ് ലൈക്ക് ദിസ്. അവർക്കൊരു ശിക്ഷ കിട്ടട്ടെ എന്നുള്ള ആക്ച്വലി എന്താ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിലും നിങ്ങൾ ആരെങ്കിലും അവർക്ക് പണിഷ്മെന്റ് കിട്ടണം, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ബാക്കി നിങ്ങൾ കണ്ട വീഡിയോ തന്നെയാണ്, നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഡു ഗിവ് us എ കമന്റ്. ഓൾസോ ഞാൻ ഈ ഒരു ബ്ലോഗിന്റെ അടിയിലും മ്യൂസിയം സ്റ്റേഷനിലെ മെയിൽ ഐ ഡി, ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന 3 പേര്, ദിവ്യ, ഇതിപ്പോ ഒരുമാതിരി മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് പോലെ ദിവ്യ, അജു, പിന്നെ ഞാൻ എന്ന് പറയുന്നൊരു അതായി ഐ എം റിയലി സോറി. എനിക്ക് ആ ടോൺ വന്നുകൊണ്ടിരിക്കും. ഇവരൊരു 3 സംഘമാണല്ലോ, അതുകൊണ്ട് ദിവ്യ, രാധു ആൻഡ് വിനിത, ഈ 3 പേരുടെ മുഖം നിങ്ങൾ എല്ലാവരും വ്യക്തമായി കണ്ടു. കാരണം സാധാരണ ഓഫീസിൽ അവർ ഇത്രയും ഗെറ്റപ്പിൽ വരാറില്ല. അവർ സൂപ്പർ ആയിരുന്നു കാണാൻ 3 പേര്. ആക്ച്വലി ഓൾ 3 of you were looking very nice today. ഞാൻ ഇത്രയും ഭംഗിയായിട്ടായിരുന്നു, പ്രസന്റബിൾ ആയിട്ടായിരുന്നു അവർക്ക് ഓഫീസിൽ വരാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് അവർ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയിൽ കിട്ടിയ, എനിക്ക് കിട്ടില്ലായിരുന്നു, അവർക്ക് കിട്ടിയേനെ, കുറച്ചുകൂടെ സെയിൽ കിട്ടിയേനെ. ദേ വർ സോ പ്രസന്റബിൾ ആൻഡ് സോ വെൽ ഡ്രസ്ഡ് ടുഡേ. ബിക്കോസ് അവർക്ക് കിട്ടിയ പൈസയൊക്കെ അവർ ഇന്ന യൂസ് ചെയ്ത, ഐ തിങ്ക് സ്റ്റുഡിയോ എന്നൊക്കെ മാറ്റിയ ഡ്രസ്സ് അവർ ഇന്ന ഇട്ടെന്ന് തോന്നുന്നു. എനിവേസ്, അപ്പം എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവരുമായിട്ടൊരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കടയിൽ വന്നപ്പോൾ ഈ 3 വ്യക്തികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണലായിട്ട് അവർ ക്യാഷ് മേടിച്ചിട്ടുണ്ട്, ഇപ്പൊ QR കോഡ് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്ന് ക്യാഷ് തരൂ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മെയിൽ ഐ ഡി കാണാപ്പാടം അറിയില്ല, പറഞ്ഞത് തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെയിൽ ഐ ഡി കൂടെ നിങ്ങൾക്ക് ഒഫീഷ്യലി ഇവരുടെ അഗേൻസ്റ്റ് ഫ്രോഡുലന്റ് കേസ് ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ബിക്കോസ് ഇവർ എന്നെ മാത്രമല്ല നിങ്ങളെയും സ്കാം ചെയ്തു. ബിക്കോസ് നിങ്ങൾ എനിക്ക് തരുന്നു എന്ന് പറഞ്ഞ് തന്ന പൈസ ഇവരുടെ വീട് പണിയാനുള്ള പൈസയ്ക്കാണ് പോയിരിക്കുന്നത്. സോ ഐ സിൻസിയർലി റിക്വസ്റ്റ് ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ദിസ്, ഇഫ് യു ഹാവ് ഹാഡ് എ സിമിലർ സിറ്റുവേഷൻ വിത്ത് ദം, പ്ലീസ് ഡു ഹെൽപ്പ് മീ ഫൈറ്റ് ദിസ് against 3 criminals, because the truth should come out and the public and the society should see who the real criminals are. കാരണം ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ ഇത്രയും നാൾ സൈലന്റ് ആയിട്ടിരുന്നു, അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 3 പേരും നടപടി എന്താണെന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് നടപടികൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് എന്റെ വാക്കുകൾ ഇതിനകത്ത് മോശമായി തോന്നിയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടെങ്കിൽ റിയലി സോറി. ദാറ്റ് ഇസ് നോട്ട് മൈ യൂഷ്വൽ ടോൺ ഓഫ് ടോക്കിംഗ്. അത് പെട്ടേണ്ടായിട്ടുള്ള എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് നല്ല വാക്കുകൾ ഉപയോഗിക്കുക, നല്ല വീഡിയോസ് കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നല്ല. അപ്പൊ എന്നെ ആ സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച ഈ 3 പേര് എത്രത്തോളം ഞാൻ എത്ര ആ സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലായിരിക്കും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും. 8 മാസം ഗർഭിണിയായിരിക്കുന്ന ഞാൻ, എന്റെ കൊച്ചിനിപ്പൊ ഞാൻ പറയുന്ന എല്ലാം കേൾക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ കേൾക്കാൻ പറ്റും. ആ കുഞ്ഞു പോലും കേൾക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇത്രയും ബാഡ് വേർഡ്സ് യൂസ് ചെയ്ത് ഷൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. എനിവേസ്, I sincerely hope that me and the baby growing inside me, my family and everybody gets justice as soon as possible. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി പോയി കഴിഞ്ഞാൽ അങ്ങ് ലോങ് ആയി പോകും. നമുക്ക് ഇതിനകത്ത് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ വീഡിയോ ഒന്ന് കാണാത്തവരും കൂടെ കാണണമെന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ സത്യം വെളിയിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് സംഭവിക്കാം. കാരണം ഈ 3 കുട്ടികളുടെ മുഖം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ളവരെങ്കിലും എന്റെ വീഡിയോ കാണുന്നവര് ഇവരെവിടെയും റിക്രൂട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ആൻ അതർ ഓൺട്രപ്രണർ, അതൊരാണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങളുടെ ആരുടെയും ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇഫ് യു ആർ പ്രഗ്നന്റ് ആൻഡ് ഓൾ ആൻഡ് സ്റ്റിൽ
ഇത്രയും പ്രഷറിന്റെ വേദനയുടെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ എന്നെ പോലെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ് മീ ടിൽ നൗ. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. മേ ബി മിക്കവാറും നെക്സ്റ്റ് വ്ലോഗ് കൊച്ചിനെ വെച്ചുണ്ടായിരിക്കും അല്ലേ. ഞാൻ പ്രഷറിൽ പ്രസവിക്കാലോ. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Please pray for my baby also. My baby went through a lot. ബിക്കോസ് പ്രഗ്നൻസി സമയം നമ്മൾ എല്ലാവരും ഭയങ്കര കാമായിട്ട് പോകണം. നല്ലൊരു റൊമാൻറ്റിക് ആയിട്ട് നല്ല എന്താ പറയാ അല്ല മൂവീസ് കാണുക, അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. നല്ല നല്ല ബുക്കുകൾ കുളിച്ചിട്ടോ നമുക്ക് റൊമാൻറ്റിക് മൂവി കാണാൻ. നല്ല ബുക്കുകൾ വായിക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് നമ്മളത് തന്നെ ചെയ്യും. ഇന്നാണ് നമ്മളത് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഇവർ തന്ന പ്രഷർ ഇന്ന് ഇവരെ കാണാൻ തന്നെ നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണ് നമ്മൾ സത്യം പറഞ്ഞു. ആൻഡ് ദ ട്രൂത്ത് ഹാസ് ടു വിൻ. ട്രൂത്ത് വിൽ വിൻ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ് ബി വെരി മച്ച് ഹെൽപ്ഫുൾ. ആൻഡ് സത്യം വെളിയിൽ കൊണ്ടുവരാൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക. നടപടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. എനിവേസ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ செய்திகள் வாசிப்பது சுகுமார்.